ഐഷയാവട്ടെ ഒരുമിച്ച് എപ്പോഴും ഈ 4 കുഞ്ഞുങ്ങൾ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് അധ്യാപകർ ഓർമ്മിച്ചിരിക്കുന്നത്. ഐഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സ്കൂൾ കലോത്സവങ്ങളിലെ സ്ഥിരം മണവാട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ കലോത്സവം വരുന്ന സമയത്തൊക്കെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഐഷയുടെ ഒപ്പനയൊക്കെ കണ്ടിട്ടുണ്ടാവും. സ്കൂളിൽ നടക്കുന്ന കലോത്സവം, റവന്യൂ സബ് ജില്ലയിൽ നടക്കുന്ന കലോത്സവം, കഴിഞ്ഞ നമ്മുടെ സബ് ജില്ലയിലൊക്കെ 1ാം സമ്മാനം നേടിയാണ് ഐഷ റവന്യൂ ജില്ലാ സ്കൂളിൽ മത്സരിക്കാനെത്തുന്നത്, കലോത്സവത്തിൽ മത്സരിക്കാനെത്തുന്നത്. പഠനത്തിലും മിടുക്കിയായിരുന്നു ഐഷ എന്നാണ് എന്നോട് അധ്യാപിക പറഞ്ഞത്. ഒരിക്കലും താങ്ങാൻ പറ്റാത്ത വിധം ആ വിയോഗ വാർത്ത അല്ലാതെ വീട്ടിലൂടെയല്ലേ നാട്ടുകാർ കേട്ടു. അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ 4 കുഞ്ഞുങ്ങളുടെയും ഭൗതിക ശരീരം ഇപ്പോൾ പൊതുദർശനത്തിന് വേണ്ടി ഉത്തരക്കലെ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചിരിക്കുകയാണ്. അനിത ഫാത്തിമയുടെയും മൃത ഫാത്തിമയുടെയും ആയിഷ, ഇർഫാന, ഷെറിൻ ഇവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ പൊതുദർശനത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. അധ്യാപകർ, വിദ്യാർത്ഥികളടക്കമുള്ളവർ, സഹപാഠികളടക്കമുള്ളവർ ഹൃദയ വേദനയോടെ ഈ കുഞ്ഞുങ്ങൾക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി നീണ്ട വരിയായി നിന്ന് അവരെ കാണാൻ വേണ്ടി, അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രാർത്ഥനാ മുഖരിതമാണ്. എവിടെയും കണ്ണീരാണ്. തോരാമഴയായി ഉറ്റവരുടെ വേദന തളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ്. ആകാശ ദൃശ്യങ്ങൾ കാണുന്ന തൊട്ടടുത്തുള്ള ജുമാ മസ്ജിദ് ഖബറിസ്ഥാനാണ്. അവിടെ സംസ്കാര ചടങ്ങുകൾക്കുള്ള വീണ്ടും തെളിയിച്ച കുട്ടി ആയിഷ, പ്രിയപ്പെട്ടവൾ, ഒപ്പനയിലെ മണവാട്ടി, ഒരുപാട് കാര്യങ്ങളിൽ സജീവമായി പങ്കെടുത്തിരുന്ന കുട്ടി. എങ്ങനെയാണ് ഈ ബന്ധുക്കൾക്ക് ഇതൊക്കെ താങ്ങാനാവുക?